ഇവിടയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ നോക്കുന്നത്. പ്രത്യേകിച്ച് പാകിസ്ഥാൻ്റെ ഡിഫൻസ് മിനിസ്റ്റർ ഖ്വാജ ആസിഫ് പറഞ്ഞിരിക്കുന്നത് POK മേഖലയിൽ നമ്മളുടെ ശത്രുക്കളായിട്ടുള്ള ഇന്ത്യയെപ്പോലെ, അതായത് നമ്മളുടെ എനിമീസ് ആയിട്ടുള്ള ഇന്ത്യയെപ്പോലത്തെ പ്രശ്നമുണ്ടാക്കുന്ന ആൾക്കാരാണ് POKയിൽ ഇരുന്ന് പാകിസ്ഥാനെതിരെ പ്രശ്നമുണ്ടാക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഈ POK മേഖലയിൽ ഇപ്പോൾ നിലവിൽ എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ, അവിടെ ഓൾമോസ്റ്റ് ഒരു 44 സീറ്റുണ്ട്, അവിടുത്തെ ലെജിസ്ലേഷൻ സീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഇലക്ഷൻ വെച്ച് കഴിഞ്ഞാൽ ശരിക്കും 12 സീറ്റുകൾ പാകിസ്ഥാൻ്റെ ഉള്ളിലുള്ള ജനങ്ങളാണ് വോട്ടിട്ട് തീരുമാനിച്ച് മെമ്പേഴ്സിനെ ഇങ്ങോട്ട് അയച്ചു വെക്കുന്നത്, ഇവിടെ POKയിലേക്ക് അയച്ചു വെക്കുന്നത്. അപ്പോൾ ഇപ്പോൾ POKയിൽ സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന സംഘടന പറയുന്ന വിഷയം എന്താണെന്ന് പറഞ്ഞാൽ, അവർ പറയുന്നത് ഈ 12 സീറ്റും പാകിസ്ഥാനികൾ വോട്ടിട്ട് കശ്മീരിലേക്ക് അയച്ചു വെക്കേണ്ട, അത് കശ്മീരിലുള്ള ജനങ്ങൾ തന്നെ വോട്ടിട്ട് തിരഞ്ഞെടുക്കപ്പെടേണ്ട സീറ്റുകളാണ്. അതായത് ആ കോൺസ്റ്റിറ്റ്യുവൻസി എന്ന് പറയുമ്പോഴത്തേക്കും ആ എൻറ്റയർ ഏരിയ, ആ ഏരിയയിലുള്ള ജനങ്ങൾ മത്സരിക്കും, അവർ തന്നെ വോട്ട് രേഖപ്പെടുത്തും. അതാണ് ശരിക്കും അതിൻ്റെ ശരിയായ രീതി. പക്ഷെ അവിടെ പാകിസ്ഥാൻ ശരിക്കും അവരുടെ ഒരു കണക്ഷൻ, ലിങ്ക് അവിടെ നിന്ന് വിട്ടുപോകും. അപ്പോൾ ഇവരുടെ ഓട്ടോണമിയിൽ പൂർണ്ണമായിട്ടും ഇവരെ പ്രവർത്തിക്കാൻ വിട്ടുകഴിഞ്ഞാൽ പാകിസ്ഥാനിന് POJK എന്ന് പറഞ്ഞ ആ ഒരു ഒക്കുപ്പൈഡ് ഏരിയ കൈവിട്ടു പോകുമെന്നുള്ളൊരു ബോധ്യമുണ്ട്, ഉത്തമ ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് പാകിസ്ഥാൻ ആ വിഷയത്തിൽ ഇച്ചിരി പിടിവാശി കാണിക്കുന്നത്. പാകിസ്ഥാൻ അതിന് തയ്യാറല്ല. ഈ 12 സീറ്റിൽ മത്സരിക്കുന്ന ആൾക്കാർ ശരിക്കും ഈ 12 പ്രതിനിധികളും പാകിസ്ഥാൻ്റെ ഉള്ളിൽ നിന്നായിരിക്കും കശ്മീരിലേക്ക് വരുന്നത്, POJKയിൽ വന്ന് പ്രവർത്തിക്കാൻ പോകുന്നത്. അത് അതേപടി നിലനിൽക്കുമെന്നാണ് പാകിസ്ഥാൻ പറഞ്ഞിരിക്കുന്നത്. ഈ വിഷയം വീണ്ടും അവിടെ വലിയ രീതിയിലുള്ള പ്രതിഷേധമായിട്ട് ആളിക്കത്തുന്നുണ്ട്. അതിനെ തുടർന്ന് ഇന്നലെ വൈകുന്നേരം, തിങ്കളാഴ്ച വൈകുന്നേരം അവിടെ വലിയ രീതിയിലുള്ളൊരു വെടിവെപ്പ് നടന്നിട്ടുണ്ട്. നിരവധി പേര് അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വാർത്തയൊക്കെ വരുന്നുണ്ട് ഈ വെടിവെപ്പിൽ. അപ്പോൾ അതൊരു സൈഡിൽ നിലനിൽക്കെ, പാകിസ്ഥാൻ ചൈനയിൽ നിന്ന് വാങ്ങിച്ച ഹോവിറ്റ്സേഴ്സ് 250 SH-15 കാറ്റഗറിയിൽ വരുന്ന ഹോവിറ്റ്സേഴ്സ് ഇന്ത്യയുടെ ബോർഡറിൽ കൊണ്ട് അണിനിരത്തി വെച്ചിരിക്കുകയാണ്. ഇന്ത്യ ഒരു ബോംബിട്ട് അതിനെയൊക്കെ അടിച്ച് തൂഫാനാക്കി കൈ കൊടുക്കേണ്ടതാണ്. എനിവേ ഇതിൻ്റെ ഡെവലപ്മെൻറ്റ്സ് വരും ദിവസങ്ങളിൽ അപ്ഡേറ്റ് ചെയ്യാം. നമ്മുടെ ISROയിൽ ഒരു ചെറിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ, അതായത് സാറ്റലൈറ്റ് വിക്ഷേപണം നടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം, ഗവൺമെൻറ്റിൻ്റെ അപ്രൂവലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു ഡിലേ. ആ ഡിലേയിൽ സംഭവിച്ചിരിക്കുന്ന പറഞ്ഞാൽ 2 നിർണായക സാറ്റലൈറ്റുകൾ നമ്മൾ ഓർബിറ്റിൽ എത്തിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു മാത്രമല്ല അത് ഡിലേ ആയിരിക്കുന്നു. അതായത് ആ സ്പോട്ടിൽ നമ്മൾ വേറൊരു റോക്കറ്റാണ് വിക്ഷേപണം നടത്താൻ വേണ്ടിയിട്ട് അസൈൻ ചെയ്തിരിക്കുന്നത്. ഗവൺമെൻറ് ഡിലേയ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ISRO ഡിലേയ്ഡ് അല്ല, ഗവൺമെൻറ് ഡിലേയ്സ്. സ്ട്രാറ്റജിക്കലി 2 ഇമ്പോർട്ടൻറ്റ് സാറ്റലൈറ്റ്സ്, NVS-03 GISAT-1A. ഈ NVS എന്ന് പറയുന്നത് നമ്മളുടെ നേവിഗേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു സാറ്റലൈറ്റാണ്. അപ്പോൾ ഇത്തരത്തിൽ നമ്മളുടെ ജിയോ ലൊക്കേഷൻ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അയക്കാനിരുന്ന 2 ഇമ്പോർട്ടൻറ്റ് സാറ്റലൈറ്റുകളാണ് ഇപ്പോഴും ഗ്രൗണ്ടഡ് ആയി നിൽക്കുന്നത്. അതിന് കാരണമായിട്ട് ISRO ചൂണ്ടിക്കാണിക്കുന്നത് ഗവൺമെൻറ് അപ്രൂവൽ കിട്ടിയിട്ടില്ല. എന്തുകൊണ്ട് എന്നുള്ളതിനെ കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ ഒന്നും ഇവിടെ ഇല്ല. ഗവൺമെൻറ് അപ്രൂവൽ കിട്ടാത്തത് കൊണ്ടാണ് ഈ 2 സാറ്റലൈറ്റ് പ്രോജക്റ്റുകളും ജസ്റ്റ് ഗ്രൗണ്ടഡ് ആയി നിൽക്കുന്നത് എന്നാണ് ISRO പറഞ്ഞിരിക്കുന്നത്. ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് ഇത് വിക്ഷേപണം നടത്തേണ്ടത്. ഏതാണ്ട് വീക്സ് ആയിട്ട് 2-3 ആഴ്ചകളായിട്ട് ഇത് ഡിലേ ആയി ഇങ്ങനെ ഇരിക്കുകയാണ് ഈ പ്രോജക്റ്റ്. പക്ഷേ അതേസമയം GSLV Mk2 എന്ന് പറഞ്ഞ റോക്കറ്റ് ഫ്യൂവൽ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇതിന് മുമ്പേ വിക്ഷേപണം നടത്താൻ വേണ്ടിയിട്ട് റെഡിയാക്കിയിരിക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് അറിയില്ല. ചിലപ്പം ഏതെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂസ് ആയിരിക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ മറ്റു പല പ്രൈവറ്റ് കമ്പനികളുടെ റോക്കറ്റ് അതിനകത്ത് ഇൻവോൾവ് ആയതുകൊണ്ട് ആ കമ്മിറ്റ്മെൻറ്റ് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട്, കാരണം അതെല്ലാം തന്നെ പേയ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങളാണ്. സോ ആ കമ്മിറ്റ്മെൻറ്റ് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ആ ഒരു ഗ്യാപ്പ് എടുക്കുന്നതായിരിക്കാം, പല കാരണങ്ങളാവാം. അപ്പോൾ ഈ GSLV Mk2 ഇതുവരെ ക്ലിയറൻസ് കിട്ടിയിട്ടില്ല. അതായത് അത് ലിഫ്റ്റ് ഓഫ് ചെയ്യാനുള്ള ക്ലിയറൻസ് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെ 2 പ്രോജക്റ്റുകളും ഹാഫ് വേയിൽ നിൽക്കുകയാണ്. ISROയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഞാൻ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും ISROയിൽ കുറച്ചുകൂടെ ഒരു ഓർഗനൈസ്ഡ് മാനറിലുള്ള പ്രവർത്തനങ്ങൾ അവിടെ നടത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഹൈറാർക്കി ബേസിസിൽ വളരെയധികം സ്ട്രക്ചർഡ് ആയിട്ടുള്ള ഒരു സെറ്റപ്പ് അവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. അതൊക്കെ തന്നെയായിരിക്കാം ഇത്തരത്തിൽ ഡിലേ ആവാനുള്ള കാരണം. കാരണം പ്രോജക്റ്റ് അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഡേറ്റുകളിൽ അത് വിക്ഷേപണം നടത്തേണ്ടതാണ്. അല്ലാന്നുണ്ടെങ്കിൽ മറ്റു പല വിഷയങ്ങളെയും അത് ബാധിക്കും. അപ്പം നമ്മുടെ പ്രോജക്റ്റുകളെല്ലാം തന്നെ സ്ലോ ആവും.
കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ ISRO വളരെ വീക്കായിട്ടാണ് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. റഷ്യ വീണ്ടും ഇന്ത്യയുടെ ടോപ്പ് മോസ്റ്റ് സപ്ലയർ ആയിട്ട് മാറുകയാണ്. എണ്ണ സപ്ലൈ ചെയ്യുന്ന രാജ്യമായിട്ട് മാറുകയാണ്. 2.8 മില്യൺ ബാരൽ പെർ ഡേ ആണ് ഇപ്പം നിലവിൽ റഷ്യ ഇന്ത്യക്കുള്ളിൽ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ജൂലൈ 2026 ശരിക്കും 56% ടോട്ടൽ എണ്ണ ഇറക്കുമതിയിൽ റഷ്യയുടെ കോൺട്രിബ്യൂഷൻ ഇന്ത്യക്കുള്ളിൽ. POK മേഖലയിൽ വെടിവെപ്പ് നടത്തിയതിനെ തുടർന്ന് പാകിസ്ഥാൻ അവിടുത്തെ കംപ്ലീറ്റ് സോഷ്യൽ മീഡിയ എല്ലാം തന്നെ ബ്ലാക്ക് ഔട്ട് ചെയ്തിരിക്കുകയാണ്. ഇൻ്റർനെറ്റ് ഉൾപ്പെടെ ബ്ലാക്ക് ഔട്ട് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് ദൃശ്യങ്ങളൊന്നും നമുക്ക് ലഭിക്കാത്തത്. അതുപോലെ തന്നെ ഇന്ത്യയെക്കുറിച്ച് എപ്പോഴും കാഫിർ, ഹിന്ദുസ് കാഫിർ എന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണ് പലപ്പോഴായിട്ട് പാകിസ്ഥാൻ്റെ ഫീൽഡ് മാർഷൽ അസീം മുനീർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തികഞ്ഞ വർഗീയവാദിയാണ്. ആ വർഗീയത തന്നെയാണ് പുള്ളിക്കാരൻ ഏതൊരു സാഹചര്യത്തിലും ആയുധമായിട്ട് ഉപയോഗിക്കുന്നത്, പ്രത്യേകിച്ച് ഇന്ത്യക്കെതിരെ. ഇന്ത്യയും ഉസ്ബെക്കിസ്ഥാനും തമ്മിൽ സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് ശക്തിപ്പെടുത്തുകയാണ്. ശരിക്കും ഉസ്ബെക്കിസ്ഥാൻ്റെ ഫോറിൻ മിനിസ്റ്റർ ഇന്ത്യയുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട് ഈ വിഷയത്തിൽ. ശരിക്കും മറ്റൊരു വിഷയം എന്ന് പറഞ്ഞാൽ ഗാസയ്ക്കുള്ളിൽ ട്രംപ് പ്രപ്പോസ് ചെയ്തിരിക്കുന്ന ഗാസ പീസ് ഡീൽ സെക്കൻഡ് ഫേസ് പരാജയപ്പെട്ട ഒരു പ്രസ്ഥാനമാണത്. അത് ട്രംപ് വീണ്ടും അതിനെ മുറുകെ പിടിച്ചുകൊണ്ട് പല രീതിയിലും നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് അവിടെ തീർച്ചയായിട്ടും ഇസ്രായേൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോവില്ല എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. കാരണം ഇത്രയും കാലം യുദ്ധം നടത്തി ഇസ്രായേലിൻ്റെ ഒരുപാട് സോൾജേഴ്സിൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തിക്കൊണ്ട് അവർ ബേസിക്കലി ഒരു ആർമിയെ ഇറക്കി അവിടെ കൃത്യമായിട്ടുള്ള ഫോഴ്സിനെ വെച്ച് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഇസ്രായേലിനും വലിയ രീതിയിലുള്ള നഷ്ടമുണ്ടാവും. അപ്പോൾ അത് ഇത്രയെല്ലാം മുടക്കി ഈ ഗാസ എന്ന് പറഞ്ഞ ഈ ഒരു ഏരിയയെ ക്ലെൻസിങ് നടത്താൻ വേണ്ടിയിട്ട് ഇസ്രായേൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ട്രംപിൻ്റെ ഇടപെടലുകളെ അർഹിക്കുന്ന അവജ്ഞയോടെ ഇസ്രായേലിൻ്റെ പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹു തള്ളിക്കളഞ്ഞുകൊണ്ട് പല സ്റ്റേറ്റ്മെൻറ്റുകളും പറഞ്ഞിട്ടുണ്ട്. അതിൽ ശരിക്കും പറഞ്ഞാൽ ഇൻ്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സ്, ഈ ISF എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള ഇൻ്റർനാഷണൽ ഫോഴ്സുകളെ അവിടെ കൊണ്ടുവരുന്നു എന്ന് ട്രംപ് പറയുമ്പോൾ 3 രാജ്യങ്ങളുടെ പേര് ഇസ്രായേൽ വളരെ സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറയുന്നുണ്ട്. 1 പാകിസ്ഥാൻ, 2 തുർക്കി, 3 ഈജിപ്റ്റ്. ഈ 3 രാജ്യങ്ങളുടെയും ആർമിയെ വിശ്വസിച്ച് ഇത്രയും കാലം യുദ്ധം നടത്തി ഗാസയ്ക്കുള്ളിൽ ഹമാസിനെ ഒരു പരിധിവരെ അറ്റത്തെത്തിച്ച് IDF ട്രൂപ്പിനെ വിഡ്രോ ചെയ്തുകൊണ്ട് വിഡ്ഢിയാവാൻ ഇസ്രായേൽ തയ്യാറല്ല എന്നാണ് ഇസ്രായേലിൻ്റെ ഉള്ളിൽ, നെസറ്റിൻ്റെ ഉള്ളിൽ പല മിനിസ്റ്റേഴ്സും തുറന്നു പറഞ്ഞിരിക്കുന്ന നിലപാട്. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇതുപോലെ പലതവണ ആവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വീണ്ടും വീണ്ടും ഇസ്രായേലിന് ദോഷം മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. ഒരിക്കലും യാസർ അറാഫത്ത് എത്തുന്ന സമയത്ത് ഒപ്പിട്ട് ഹമാസ് മാറി നിന്നിരുന്ന കാലഘട്ടത്തിൽ പോലും അവർ പൂർണ്ണമായിട്ട് മാറി നിന്നിരുന്നില്ല. അവർ നിരന്തരം സ്റ്റോൺ പെൽറ്റിംഗ് പോലത്തെ കല്ലെടുത്ത് IDF ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്ന സ്വഭാവമുള്ള വ്യക്തികളായിരുന്നു ഈ സോ കോൾഡ് ഗാസക്കാർ എന്നാണ് ഇസ്രായേൽ പറഞ്ഞു വെക്കുന്നത്. സോ ഇവിടെ കാര്യം വളരെ വ്യക്തമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപ് ഉദ്ദേശിക്കുന്നത് പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോവില്ല എന്നാണ് ഇസ്രായേൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ട്രംപിന് ഇപ്പോൾ വേണ്ടത് എന്താണ്? ട്രംപ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ പാകിസ്ഥാനെ ഗാസയ്ക്കുള്ളിൽ ഇറക്കിവിട്ട് കളിക്കാനാണ് ട്രംപ് ശ്രമിക്കുന്നത്. ട്രംപ് ഉദ്ദേശിക്കുന്നത് സിറിയയെ പോലെ, ഇറാഖിനെ പോലെ, അതുപോലെ ബംഗ്ലാദേശിൽ യൂനസിനെ കൊണ്ടിരുത്തിയതുപോലെ, നേപ്പാളിൽ വരുത്തിയതുപോലെയൊക്കെ പപ്പറ്റ് ഗവൺമെൻറ്റുകളെ ഇറക്കി, പ്രത്യേകിച്ച് സിറിയയെ റോൾ മോഡലാക്കിക്കൊണ്ട് സിറിയയിൽ എങ്ങനെയാണോ അഹമ്മദ് അൽ-ഷാറയെ കൊണ്ട് അവിടെ സ്ഥാപിച്ച് കാര്യങ്ങളൊക്കെ ശരിയാക്കി മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് തീരുമാനിച്ച് ഇപ്പം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്, അതേ മാതൃകയിൽ ഒരു പദ്ധതിയാണ് ഇവിടെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സൊല്യൂഷൻ അങ്ങനെയാണ് പുള്ളിക്കാരൻ ഉദ്ദേശിക്കുന്നത്. അതായത് സിറിയയെ പോലെ ഇവിടെ ഗാസയ്ക്കുള്ളിലും ഒരു പപ്പറ്റ് റൂളിംഗ് ഗവൺമെൻറ്റിനെ കൊണ്ടുവന്ന് അവിടെ ഇരുത്തിയിട്ട് ട്രംപിന് വേണ്ട ആൾക്കാരെ സജസ്റ്റ് ചെയ്യാം, അഡ്വൈസ് ചെയ്യാം, ട്രംപിന് വേണ്ടാത്ത ആൾക്കാരെ എടുത്ത് കളയാം. ട്രംപിന് റിയൽ എസ്റ്റേറ്റിന് വേണമെന്നുണ്ടെങ്കിൽ ജരദ് കുഷ്ണറിനെ കൊണ്ടുവന്നിട്ട് പുതിയ ലൊക്കേഷൻസ് ഒക്കെ കണ്ടെത്തി ട്രംപ് ഹോട്ടൽ പണിയാം, ട്രംപ് റിസോർട്ട് പണിയാം, ഇത്തരത്തിലുള്ള പല വിഷയങ്ങളും ചെയ്യാം. ഇതൊക്കെയാണ് ട്രംപ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇവിടെ പ്രധാനമായിട്ടുള്ള പ്രശ്നം വെച്ചാൽ ഇസ്രായേലിൻ്റെ സേഫ്റ്റി, ഇസ്രായേലിൻ്റെ സോവറിനിറ്റി, ഇസ്രായേലിൻ്റെ നിലനിൽപ്പ്, അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പോൾ അതിനെതിരെ ഇസ്രായേൽ ഒരു കോംപ്രമൈസും വരുത്തില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബെസായൽ സ്മൂട്രിച്ച്, അതേപോലെ തന്നെ ഫാർ റൈറ്റ് നിലപാടുള്ള ഇത്താമിർ ബെൻഗിവരൊക്കെ വളരെ ശക്തമായിട്ടുള്ള നിലപാടാണ് ഇതിനെതിരെ എടുത്തിരിക്കുന്നത്. ഇസ്രായേലിൻ്റെ ഉള്ളിൽ തന്നെ പല അറബ് തീവ്രവാദികൾ അതിൻ്റെ ഉള്ളിൽ
ഇസ്രായേലിൻ്റെ ഉള്ളിൽ പൊട്ടിത്തെറികൾ നടത്താൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള വെടിമരുന്നുകളും ഡെറ്റനേറ്റേഴ്സ് എല്ലാം സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. അതെല്ലാം തന്നെ ഷിൻബെറ്റിൻ്റെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തി ശക്തമായ രീതിയിൽ അവരെല്ലാം തന്നെ റെയ്ഡ് ചെയ്ത് പിടിച്ചെടുത്തിരിക്കുകയാണ് ഈ സാധനങ്ങളൊക്കെ. അപ്പോൾ ഇത്തരത്തിലാണ് ഗാസയുടെ പരാജയപ്പെട്ട സീസ് ഫയർ രണ്ടാം ഘട്ടത്തിലേക്ക് മുന്നോട്ട് ചലിക്കുന്നത്. അപ്പോൾ എന്തായാലും കൂടുതൽ POJKയുടെ വാർത്തകൾ വരേണ്ടതുണ്ട്. എന്തായാലും ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. അതുപോലെ തന്നെ ഗാസയിലും ലെബനൻ്റെ ഉള്ളിലും ഇസ്രായേൽ ആക്രമണങ്ങൾ തുടരുന്നുണ്ട്. അതുപോലെ ഇറാൻ്റെ ഉള്ളിൽ വീണ്ടും അമേരിക്ക ആക്രമണം നടത്തും എന്നുള്ള രീതിയിലുള്ള സൂചനകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതൊരു അൺപ്രഡിക്റ്റബിൾ മാനറിൽ പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് കൃത്യമായിട്ടുള്ള ആക്രമണങ്ങൾ അമേരിക്ക ഇറാൻ്റെ ഉള്ളിൽ നടത്തും എന്നാണ് വാർത്തകൾ വരുന്നത്. അപ്പോൾ എന്തായാലും വളരെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.